അടുത്ത കാലത്തായി തെരുവു പട്ടികളുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പു മോനെ, നീ എവിടെയാ? എപ്പോൾ നോക്കാനും കളി തന്നെ. ഓ, രാവിലെ മുറ്റത്ത് വീണതാ, ഭയങ്കര വേദന, പിന്നെ നടക്കാനും വയ്യ. അപ്പു മോൻ കുളിച്ചിട്ട് ചോറ് കഴിക്കും. അമ്മേ, ഞാൻ വന്നല്ലോ. അമ്മേ, മുറ്റത്ത് മരത്തിന്റെ ചോട്ടില് കുറേ പട്ടികൾ കിടക്കണം, പേടിച്ചു പോയി. മോൻ പേടിക്കണ്ട അപ്പു. പിന്നെ നാളെ അപ്പുറത്തുള്ള മീനു ചേച്ചിയുടെ കൂടെ സ്കൂളിൽ പോകണം. ശരി അമ്മേ. അമ്മേ, മീനു ചേച്ചി വന്നല്ലോ. അപ്പു സൂക്ഷിക്കണേ, മീനു സൂക്ഷിക്കണേ. ശരി ആന്റി, ബൈ ബൈ. മീനു ചേച്ചി, ദൂരെന്ന് പട്ടികളുടെ കുര കേൾക്കണം. പേടിയാണല്ലോ. പേടിക്കണ്ട അപ്പു, പട്ടികൾ ഇങ്ങോട്ട് വന്നാൽ ദൂരെ വീട്ടില് ഓടി ഓടിക്കാം. അയ്യോ ശരി തന്നെയല്ലോ അപ്പു. അയ്യോ അപ്പു, ഓടിക്കോ ഓടിക്കോ. അയ്യോ പട്ടി പറ്റാമേ, രക്ഷിക്കണേ ദൈവമേ. അച്ഛാ ദൈവമേ, ചേച്ചി. അയ്യോ എന്റെ മോനെ ആശുപത്രിയിൽ കൊണ്ടുപോണേ. അയ്യോ ഡോക്ടറെ, എന്റെ മോനെ രക്ഷിക്കണേ. നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അവന് പനിയും വയ്യായികയുണ്ട്. അപ്പോൾ നമ്മൾ വേറെ മുറിയിലോട്ട് മാറ്റാം. അയ്യോ മോനെ. അപ്പോൾ ഞാൻ കുറച്ച് പാൽ തന്നെ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് കുടിക്ക്. എന്റെ പൊന്നു മോനല്ലേ. അമ്മ വേണ്ട അമ്മേ, ജോബിനെ ഇതുപോലെ മറക്കാൻ പറ്റണില്ല അമ്മേ. വേണ്ട അമ്മേ. അയ്യോ എന്റെ മോനെ, ഇതെങ്ങനെ സഹിക്കുമേ, എങ്ങനെ സഹിക്കുമേ എന്റെ മോനെ. എന്റെ ദൈവമേ, ഇതെങ്ങനെ സഹിക്കുമേ. ഇത് അപ്പുവിന്റെയോ അമ്മയുടെയോ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 37 ലക്ഷത്തിലധികം തെരുവ് നായ ആക്രമണവും അതിൽ 54 പേർ പേപ്പട്ടി വിഷബാധയേറ്റ് മരിച്ചു. ഈ വർഷം കേരളത്തിൽ മാത്രം ഓഗസ്റ്റ് വരെ 2 ലക്ഷത്തിലധികം തെരുവ് നായ ആക്രമണവും അതിൽ 15 പേർ മരിച്ചു. മൃഗസ്നേഹത്തോടൊപ്പം മനുഷ്യജീവനും സംരക്ഷണം നൽകേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അതിനായി ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. നന്ദി, നമസ്കാരം.